ഹലോ എവരിവൺ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്റ്റഡി അബ്രോഡിൻ്റെ സ്റ്റെപ്സ് ഇൻവോൾവ് പ്രോസസ്സുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിൽ ഇന്നിപ്പോൾ 10th സെപ്റ്റംബറാണ്. ഓരോ കരിയർ ഗൈഡൻസ് എന്ന ഞങ്ങളുടെ ചാനലിൽ 3 എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഓരോ കരിയർ ഗൈഡൻസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രോസസ്സ് നമ്പർ 6 ആൻഡ് പ്രോസസ്സ് നമ്പർ 7 ആണ്. അതായത് ട്യൂഷൻ ഫീസ് ആൻഡ് വിസ ആപ്ലിക്കേഷൻ. പ്രോസസ്സ് നമ്പർ 7 ആണ്. വിദ്യാർത്ഥികൾ 1 വർഷത്തെ ട്യൂഷൻ ഫീസും 1 വർഷത്തെ ലിവിങ് കോസ്റ്റും കാണേണ്ടതാണ്. അതിനുശേഷം ഇമ്മീഡിയറ്റായി വിസ പ്രോസസ്സിംഗ് തുടങ്ങണം. കാരണം മിക്ക വിദേശ രാജ്യങ്ങളും വിസ ഇഷ്യൂ ചെയ്യാൻ 3 മാസം മുതൽ 4 മാസം വരെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റായിട്ട് തുടങ്ങണം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററിയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ചില വിദേശ രാജ്യങ്ങൾ പോലീസ് ക്ലിയറൻസും അതേപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്സും ആവശ്യപ്പെട്ടേക്കാം. എല്ലാ രാജ്യങ്ങളുമല്ല, ചില രാജ്യങ്ങൾ. ഇതിൽ US ജർമ്മനിയിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾ US എംബസിയിലോ ജർമ്മൻ എംബസിയിലോ നേരിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. നേരിട്ടിട്ടാണ് ഇൻ്റർവ്യൂ US ആൻഡ് ജർമ്മനിയിൽ നടക്കുന്നത്. ഓരോ കരിയർ ഗൈഡൻസും എഡി മൈൽ സ്റ്റോൺസും ചേർന്ന് നിങ്ങൾക്ക് വിസ പ്രിപ്പറേഷന് വേണ്ട എല്ലാ ട്രെയിനിങ്ങുകളും ചെയ്തു കൊടുക്കും. 4 മോക്ക് ഇൻ്റർവ്യൂസ് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കും. അതോടൊപ്പം വിസ പ്രോസസ്സിങ്ങിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് പിക്ചർ ഓരോ കരിയർ ഗൈഡൻസും എഡി മൈൽ സ്റ്റോൺസും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതാണ്. മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞു, വിസ ഇഷ്യൂ ചെയ്യാൻ 3 മാസം അല്ലെങ്കിൽ 4 മാസം കാലതാമസമുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് അക്കോമഡേഷൻ വിദ്യാർത്ഥികൾക്ക് ശ്രമിക്കാവുന്നതാണ്. അതിനുവേണ്ടി എല്ലാ സഹായവും ഓരോ കരിയർ ഗൈഡൻസും എഡിമൽസും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ അവിടെ വരുന്ന റെൻറ്റും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ സമയം വിദ്യാർത്ഥികൾക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫെച്ചിങ് ആൻഡ് ചെക്കിംഗ് ദി അക്കോമഡേഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ, ഫ്രാൻസ് പോലെയുള്ള കൺട്രീസിൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, അതായത് ഹോസ്റ്റൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിയർ ബൈ മറ്റേ ഷെയറിംഗ് ഫെസിലിറ്റി ഉണ്ട്, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വിസ ആപ്ലിക്കേഷനോടൊപ്പം വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം. നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായ അക്കോമഡേഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈക്സ്, സബ്സ്ക്രിപ്ഷൻസ് ആൻഡ് കമൻറ്റ്സ് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ സ്റ്റഡി അബ്രോഡിൻ്റെ 10 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. 6-ാമത്തെ 7-ാമത്തെ ഇനി 3 സ്റ്റെപ്പ് കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം നമ്മുടെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതേക്കുറിച്ച് ഒരു 7 കൺട്രീസ് അതിൽ കവർ ചെയ്യണമെന്നുണ്ട്. അത്തരം ഡീറ്റെയിൽസിന് എല്ലാം ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ലൈക്സും സബ്സ്ക്രിപ്ഷൻസും കമൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരിക്കൽ കൂടി താങ്ക് യു. നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്സ് എ ലോട്ട്.